നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നെ ശാരദാമ്മയ്ക്ക് അറിയോ, പപ്പിയുടെ വെല്ലിച്ചിനിപ്പോ എന്റെ ഫ്രണ്ടാ, ബിഗ് ഫ്രണ്ട്. പപ്പിയെ സ്നേഹിക്കാൻ അവിടെ എത്ര പേരാന്നറിയോ? അച്ഛനും അച്ഛമ്മയൊക്കെ എവിടെയാ അമ്മേ? അമ്മ ഇതെവിടെ പോയി? സത്യേ, മോളെ സത്യേ. എന്താ അമ്മേ? നമുക്ക് കഴിക്കാം. അമ്മാമ്മ എവിടെ കഴിക്കാൻ? അമ്മാമ്മയല്ലേ ഭക്ഷണം എടുത്തു വെക്കുന്നത്? ആ, എനിക്കറിയില്ല, ഞാനൊന്നും ചോദിച്ചില്ല. വലുതും ചോദിക്കാനുണ്ടെങ്കിൽ നീ തന്നെ പോയി ചോദിക്കും. ഞാൻ ചോദിക്കാം. ശാരദാമ്മേ, എന്തു പറ്റി ശാരദാമ്മയ്ക്ക്? എനിക്കെങ്ങനെ അറിയാം? ശാരദാമ്മയ്ക്കല്ലേ അറിയൂ. ഞാൻ പറഞ്ഞ ശാരദാമ്മയ്ക്ക് ഫീൽ ചെയ്തോ? ആ, എന്തോ എനിക്കറിയില്ല, നീ തന്നെ ചോദിക്കും. ഞാൻ ഓൾഡ് ലേഡിന്ന് വിളിച്ചതാണോ പ്രശ്നം? സോറി ശാരദാമ്മേ. അയ്യോ, മോളെന്തിനാ സോറി പറയുന്നേ? ഞാൻ ശാരദാമ്മ ഓൾഡ് ലേഡിന്ന് വിളിച്ചില്ലേ? സോറി ശാരദാമ്മേ. അതിനെന്തിനാ മോളെ സോറി? ഞാൻ ഓൾഡ് ലേഡി തന്നെ അല്ലേ? ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ ഞാൻ പൊന്നേന്നാ ശാരദാമ്മയെ വിളിച്ചത്. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഓ, മോക്ക് പപ്പിയുടെ വീടാ ഇഷ്ടമെന്നല്ലേ പറഞ്ഞത്? അവിടെയാണെങ്കിൽ എല്ലാരും ഉണ്ടല്ലോ. അച്ഛമ്മയും അച്ഛച്ചനും വല്യച്ഛനും അച്ഛൻ, അമ്മ, ആന്റി, അങ്കിള്, അങ്കിളിന്റെ മോള് എല്ലാരും ഉണ്ട്. ഓ, മോള് പൊയ്ക്കോ, എവിടാന്ന് വെച്ചാ പൊയ്ക്കോ. ഇവിടെ ആണെങ്കി പഴകി തുരുമ്പെടുത്ത ഈ ശാരദാമ്മ മാത്രമല്ലേ ഉള്ളൂ. ഓ, അതിനെ ആർക്ക് വേണം? പൊയ്ക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ, എനിക്കാരും വേണ്ട. പറക്കം മുറ്റാത്ത പ്രായത്തില് 3 മക്കളെയും കൊണ്ട് ഭർത്താവ് തെരുവിലേക്ക് ഇറക്കി വിട്ടത്. അന്ന് പതറിയിട്ടില്ല. പിന്നെ ഒരു വിധത്തിൽ കര പറ്റിയെന്ന് തോന്നിയപ്പോ 6 വർഷം തമിഴ്നാട്ടില്. അമ്മേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറേ, ഐ ആം റിയലി സോറി. ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, ചായ ഞാനെടുക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. സ്വന്തം വീട് പോലെ കാണണമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ? ഒരാളെ മനസ്സിൽ ഇഷ്ടപ്പെട്ടാല് പെട്ടെന്ന് അടുത്തോളൂ എന്റെ മോള്. മോനെ സാറു, നമുക്ക് അകത്തേക്ക് പോകാം. മോളെ, അമ്പലത്തിലേക്ക് ഇതെടുത്ത് ഇറങ്ങണം കേട്ടോ.
എന്തിനാ അമ്മേ? എന്ത് കാര്യം ചെയ്താലും അതിങ്ങനെ എന്തിനാ അമ്മേ എന്ന് ചോദിച്ചോണ്ടിരിക്കരുത്. എന്റെ സന്തോഷം കൊണ്ടാ ഞാൻ മോൾക്ക് ഓരോന്ന് വാങ്ങിക്കുന്നത്. നിത്യ, സത്യം പറഞ്ഞ ഇങ്ങനൊരു അമ്മായിയമ്മ കിട്ടിയ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞോണ്ടിരിക്കുക വേണ്ടത്. എനിക്കെങ്ങനെ ഇങ്ങനെ ഒരാളെ കിട്ടണം. ഒറ്റ ആഴ്ച കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും ഞാൻ തീർത്തു കൊടുത്തേനെ. അല്ലാണ്ടി ഒരെണ്ണം എനിക്കും എടുക്കായിരുന്നില്ലേ അമ്പലത്തിൽ വരാൻ? അയ്യോ സോറി മോളെ, ഞാൻ ഒരെണ്ണം പോയി മോൾക്ക് എടുത്തോണ്ട് വരാം. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ അമ്പലത്തിലേക്കില്ല. അതെന്താ സാറ് വരാത്തെ? എനിക്ക് ഒന്ന് രണ്ട് ചെറിയ മീറ്റിംഗ്സ് ഉണ്ട്. നിങ്ങൾ പൂജ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ അതെല്ലാം ഫിനിഷ് ചെയ്യാം. പിന്നെ ഞാൻ ഫ്രീയാ. സാരി തരാത്തത് കൊണ്ട് പിണങ്ങിയിട്ടൊന്നും അല്ലല്ലോ അല്ലേ? ഏയ് ഇല്ല ആന്റി. എനിക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോ സാരിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ നേരെ ആന്റിയുടെ അടുത്തേക്കാ ചെല്ല. അവിടെ പിന്നെ വലിയൊരു കളക്ഷൻ ഉണ്ടല്ലോ. എന്നാ പിന്നെ ശരി മോളെ, മോള് പോയി റെഡി ആയിട്ട് വാ. അമ്മയൊന്ന് പോയി തയ്യാറാവാം. ശരി അമ്മേ. അമ്മ നല്ലതാ. അമ്മ ഒരുപാട് നല്ലതാ. നിനക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് പോവാമായിരുന്നില്ലേ? അല്ലമ്മേ, ഈ പൂജ കഴിഞ്ഞ് വന്നിട്ടും ഇവരോട് തന്നെ തങ്ങാനാണോ? പിന്നല്ലാതെ നാളെ ഡ്രസ് എടുക്കാനും മറ്റും പോകേണ്ടതല്ലേ? അമ്മേ, സംഗതി അയൽവക്ക സാറ നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. പക്ഷേ ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണല്ലോ അതിന്റെ ഒരു ശരി. നിത്യാച്ചനെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറ്റാം. ഇനി നീ ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെല്ല്. രണ്ടുപേർക്കും സാറേ വല്ലാതെ ഇഷ്ടായിട്ടുണ്ട്. എന്ത് ഇഷ്ടം? ഒക്കെ വെറുതെ ചുമ്മാ. എടാ നീ ഒന്ന് മിണ്ടാതിരുന്നേ, എന്നിട്ട് പെട്ടെന്ന് വന്ന് ഒരുങ്ങാൻ നോക്ക്. അമ്മേ, ശരിക്കും ഈ പൂജയുടെ സ്വഭാവം എന്താ? സത്യം പറഞ്ഞ എനിക്ക് ഒരു ഐഡിയ ഇല്ല. മുൻപ് തിരുപ്പതി ദേവസ്ഥാനത്തിരുന്ന ഒരു യോഗിയാണ് പൂജ നടത്തുന്നത്. ആചാരങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുന്ന അമ്മേ? ഇതൊക്കെ നാളെ നീയും ചെയ്യും, നിനക്ക് മക്കള് വരുമ്പോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം അപ്പം നിനക്ക് മനസ്സിലാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ അയ്യോ, എന്താ പറ്റിയേ? വന്നേ, അവിടെ ഇരിക്കും. അർച്ചന, എന്തു പറ്റി അർച്ചന? എന്താ എടുത്തി? എന്തു പറ്റിയതാ? അറിയില്ല സച്ചി. എന്താന്നറിയില്ല, പെട്ടെന്നൊരു അസ്വസ്ഥത പോലെ. സച്ചി, നീ വേഗം അർച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ കൂടെ വരാടാ. ഹോസ്പിറ്റലിൽ എന്തിനാ പോകുന്നത്? അപ്പൊ ആർക്കും ഒന്നും മനസ്സിലായില്ലേ? കൺഗ്രാറ്റ്സ് ചേട്ടാ. നിങ്ങൾ എല്ലാരും ഇങ്ങനെ സംശയിച്ചു നോക്കണ്ട. അർച്ചന എടുത്ത് ഗർഭിണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. തോന്നുന്നതല്ല, അങ്ങനെ തന്നെയാ. ഗർഭിണിയായതിന്റെ ആദ്യത്തെ ലക്ഷണമല്ലേ ഇത്? സച്ചി, നീ വേഗം സന്ധ്യയെ വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു എന്നാ തോന്നുന്നേ.
അമ്മയാകാൻ പോകുന്ന പുന്നാരേട്ടത്തിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. എന്താ ചേച്ചി, നിനക്കെന്താ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കൊല്ലാൻ ഷേക്ക് അടിച്ചു കൊടുത്തിട്ട് അവള് മരിച്ചതുമില്ല, ഒന്നും സംഭവിച്ചതുമില്ല. അവൾ അതിന്ന് കുറച്ചെന്തോ എടുത്ത് കുടിച്ചു കാണും. അതിപ്പോ വോമിറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അതിന് നീ അവള് ഗർഭിണിയാണ്. സന്ധ്യ ഡോക്ടർ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അത് നീ അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞ എന്തിനാ? അവള് ഗർഭിണിയാവില്ലെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് വലുതും ചെയ്തു നോക്കുമ്പോ വിഷാംശം വലുതും ദേഹത്തുണ്ടെന്നറിഞ്ഞ അവിടെ തീരുമല്ല. എനിക്കപ്പോ പെട്ടെന്ന് തോന്നിയ ബുദ്ധിയാ. പക്ഷെ ഇവിടെ ഉള്ളവരുടെ ഇപ്പോൾ ഉള്ള സന്തോഷം കാണുമ്പോ ആ പറഞ്ഞതൊരു അനുഗ്രഹമായ മട്ട. എന്റെ കുഞ്ഞു ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാനത് പറയാം. പക്ഷേ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ചേച്ചിയാ. അതിനാദ്യം സന്ധ്യ ഇവിടെ വരണം. വരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വെള്ളം, എനിക്ക് വെള്ളം വേണം. ഇനി നീ എന്റെ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. അയാളെന്തിനാ കൊച്ചിനെ കൊണ്ട് ഭൈരവൻ കാട്ടിലേക്ക് കയറിയത്? വാ പോയി നോക്കാം. വേണ്ട വേണ്ട, ആ കാട്ടിൽ കയറി പണി കിട്ടും. രാത്രിയിൽ ആരും കയറാത്ത സ്ഥലം അത്. എന്താ? ആ കാട്ടിൽ കരിനാഗങ്ങളുണ്ട്. കടി കിട്ടിയ കാറ്റ് പോവാൻ 1 മിനിറ്റ് പോലും എടുക്കില്ല. എന്നാ വാ, വേഗം നമുക്ക് ഇവിടെ നിന്ന് പോവാം. SSR ആണല്ലോ വിളിക്കുന്നത്. കോൾ എടുക്കും. എന്നിട്ട് ലൗഡ് സ്പീക്കറിലെടു. ആ മഹി, ഒരാളൊരു കുഞ്ഞിനെ കൊണ്ട് ഭൈരവൻ കാട്ടിനകത്തേക്ക് കയറി പോകുന്നത് കണ്ടതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരിക. ഞങ്ങൾ ഉടനെ അവിടെ എത്തും. ശരി സാർ. ശരി, ഓക്കെ. വേഗം വിടും.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാളു 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 മോളെ മാളു മാളു മോളെ മാളു 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 ആ ഭാഗത്താ സാർ സാർ അവിടെ നിന്ന് ശബ്ദം കേട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ ഉണർത്തണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞത്. അങ്ങനെയുള്ള സംഭവങ്ങളാ ഇവിടെ അരങ്ങേറിയതാ. ചെറിയമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു സഞ്ജു? നമ്മുടെ മുത്തശ്ശിയെ പോലും വെറുതെ വിട്ടില്ലല്ലോ. സഞ്ജു, നീ ഇവളെയും കൂട്ടിപ്പോ. ഇന്നിനി അതൊന്നും ഓർമ്മപ്പെടുത്തണ്ട. ചെല്ല് വാസതി, ചെല്ലുമോളെ. നീ ഇവിടെ ഉണ്ടായത് നന്നായി മോനെ. അല്ലെങ്കിൽ സഞ്ജു ഒറ്റയ്ക്കായി പോയിനെ. അവൾ എല്ലാവരെയും കൊല്ലിച്ചേനെ. ഈ കുടുംബത്തെ രക്ഷിച്ചത് ലച്ചോ മുത്തശ്ശ. തോക്കുമായിട്ട് അവർ താഴേക്ക് വന്നപ്പോ സ്വാതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരവളെ ബന്ദിയാക്കി കൂടെ കൊണ്ടുപോയേനെ.
സ്വാതിയൊന്നും അറിയാതിരുന്നതാ ഭാഗ്യമായത്. എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ. അമ്മയെ കൊന്ന മകളെന്ന വാർത്തയാ വരാൻ പോകുന്നത്. ഇത്രമാത്രം പക മനസ്സിൽ വെച്ചാ അവൾ ഈ വീട്ടിൽ ജീവിച്ചതെന്ന കാര്യം ഓർക്കുമ്പോ ഞെട്ടല്ല ഉണ്ടാകുന്നത്. മുകുന്ദേട്ടന്റെ ജീവൻ എടുത്തതോടെ എന്തും ചെയ്യാനുള്ള മനസ്സ് കവിതയ്ക്കുണ്ടായി. അവൾ ആവശ്യപ്പെട്ടതെല്ലാം വിട്ടുകൊടുക്കേണ്ടതായിരുന്നു. നമുക്ക് ജീവിക്കാൻ എന്ത് വേണോ വെച്ച കമ്പനിയും ബിസിനസ്സും ഒക്കെ അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. കുടുംബത്തിൽ ഒരു അസുര ജന്മം വന്ന് മറന്നുപോയി. തൂത്താലും തുടച്ചാലും അത് പോവില്ല. ലക്ഷ്യം വെച്ചത് കൊണ്ടേ പോകൂ. അവരെ രക്ഷിച്ചെടുക്കാനൊക്കെ പുറത്ത് ആളുകളുണ്ട്. നിങ്ങൾ നോക്കിക്കോ, അവര് പുറത്ത് വരിക തന്നെ ചെയ്യും. ആരവളെ പുറത്തിറക്കുന്ന് ഗോവിന്ദ് പറയുന്നത്? പെറ്റമ്മയും സഹോദരനെയും കൊന്നവൾ അവള്. ഈ ജന്മം അവള് പുറലോകം കാണില്ല. അവളെ ദക്ഷ പുറത്തിറക്കുന്നാണോ മോൻ പറയുന്നത്? ദക്ഷ അത് ചെയ്യില്ല. അവര് പുറത്തിറങ്ങിയ ഗൗതമിന്റെ ജീവന് ഭീഷണിയാണെന്ന് ദക്ഷയ്ക്കറിയാം. പക്ഷെ കവിത ചേച്ചിക്ക് മറ്റു പലരുമായിട്ടും ബന്ധങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ഗുണ്ടാപ്പടയൊക്കെ എവിടുന്ന് കിട്ടാനാ? രക്ഷിച്ചെടുക്കാൻ ആരുമില്ലെങ്കിൽ ഒരാളും ഇതിനൊന്നും തുനിഞ്ഞിറങ്ങില്ല. അവര് പുറത്തിറങ്ങുമ്പോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 17 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സഞ്ജുവിന്റെ അച്ഛന്റെ കൊലപാതകത്തിന് എന്ത് തെളിവായിപ്പോ ഉള്ളത്? ജാക്കി മൊഴിമാറ്റിയ എന്ത് തെളിവാ മുത്തശ്ശിയുടെ മരണത്തിന് പിന്നിലുള്ളത്? അവൾ ജയിലിൽ നിന്നും പുറത്തു വരട്ടെ. ഇപ്പോ ഞാനും അത് ആഗ്രഹിക്കുന്നത്. എന്റെ കൈകൊണ്ട് തീരാനാവും അവളുടെ വിധി. അതിനുവേണ്ടി ഇനിയും ഞാൻ കാത്തിരിക്കും. വസുമതിക്ക് ഞാൻ ചെയ്യുന്ന ഉദകക്രിയയായിരിക്കും അത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി നമ്മൾ ആഘോഷിക്കേണ്ട സമയം. ഗംഗാധര പണിക്കർ പടുത്തുയർത്തിയ മംഗലശ്ശേരി കുടുംബം നിലത്ത് വീണുടഞ്ഞു. പെറ്റമ്മയെ കൊന്ന മകൾ ഇരുമ്പഴിക്കുള്ളിലും. വലിയ സന്തോഷത്തിലാണല്ലോ മാഡം. എങ്ങനെ സന്തോഷിക്കാതിരിക്കും മല്ലികെ? രാവിലെ മുതലുള്ള TV ന്യൂസിൽ കവിതയുടെ അറസ്റ്റ് നിർത്താതെ സ്ക്രോൾ ചെയ്ത് പോകുന്നതല്ലേ. ഇടയ്ക്ക് വിശദമായി ന്യൂസായും വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ മംഗലശ്ശേരിക്കാർക്ക് നാണക്കേടുണ്ടാവാൻ എന്ത് വേണം? ഇരട്ട കൊലപാതകമല്ലേ പോലീസ് കവിതയിൽ ചാർത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? അവൾക്ക് നല്ല പിടിപാടുണ്ട്. മുകുന്ദന്റെ കൊലപാതകത്തിൽ നിന്ന് ചിലപ്പോ കവിത രക്ഷപ്പെട്ടേക്കും. പക്ഷേ വസുമതി അമ്മയുടെ കൊലപാതകത്തിൽ നിന്ന് കവിതയ്ക്ക് രക്ഷപ്പെടാനാവില്ല. ജാക്കിയുടെ കുറ്റസമ്മതവും ഡിജിറ്റൽ തെളിവുകളും തന്നെ ധാരാളം. മോൾ ഈ സമയം എവിടെ ഇല്ലാതെ പോയല്ലോ. അവളൊന്ന് മാറി നിന്നപ്പോ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇതൊക്കെ. എന്തിനും അല്പമൊന്ന് കാത്തിരിക്കണമെന്ന് പറയുന്നത് എത്ര സത്യം. ഞാൻ ഈ നാട് വിട്ടു പോയിരുന്നെങ്കിലോ? ഇനി എനിക്ക് അമ്മൂന് മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കണം. അവൾ പടിയിറങ്ങിയാൽ നാശം പൂർണ്ണമായി. അതുകൂടി നിറവേറ്റിക്കഴിഞ്ഞാവും എന്റെ മടക്കം. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? അടുത്ത മാസം പോവൂന്ന് ഓർത്താണോ? മോളുടെ കാര്യം ഓർത്തിട്ടാ. അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? മാഡം മംഗലശ്ശേരിക്കാരുടെ നാശം കാണാൻ കൊതിക്കുന്നു. അവരുടെ ഓരോ വീഴ്ചയിലും ആഹ്ലാദം കൊള്ളുന്നു.
വീണ് കിടക്കുന്ന സ്വന്തം മോളെ മാത്രം വാരിയെടുക്കാൻ അമ്മ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ അത് കാണുന്നില്ല. നീ മനസ്സിലാവുന്ന ഭാഷയിൽ പറ. ബാംഗ്ലൂരിൽ നിൽക്കാനാവാതെ മോള് വിഷമിക്കുക. സഞ്ജുവിന്റെ ഓർമ്മകളെ എത്ര നിയന്ത്രിച്ചിട്ടും മനസ്സിലടക്കി നിർത്താൻ അവൾക്ക് കഴിയാത്തതുകൊണ്ടാ അവൾ സങ്കടപ്പെടുന്നത്. അവളുടെ മനസ്സിൽ സഞ്ജുവാ. മാഡം പക്ഷേ അത് അവഗണിക്കുന്നു. സ്വാതിയും സഞ്ജുവും ഡിവോഴ്സ് ആവൂന്നറിഞ്ഞ് വരാൻ തുടങ്ങിയത് അവള്. അപ്പോഴാ അവരൊന്നിച്ച് ജീവിച്ചു തുടങ്ങിയെന്ന വിവരം അറിഞ്ഞത്. അമ്മൂ സഞ്ജുവും തമ്മിലുള്ള ബന്ധമൊന്നും അവൾക്കൊരു വിഷയമേ അല്ല. മുമ്പ് മാഡം പറഞ്ഞതെന്താ, അമ്മുവിന്റെ കഴുത്തിൽ താലി കിട്ടിയ വിവരം നമ്മൾ രഹസ്യമാക്കി വെക്കണമെന്ന്. ആ വിവരം പുറത്തു പോയാ സഞ്ജുവിന്റെ അമ്മ അമ്മുവിനെ മരുമോളായി സ്വീകരിക്കുമെന്ന്. മാഡം പറഞ്ഞൊന്നും സംഭവിച്ചില്ലല്ലോ. അന്നേ ഈ വിവരം സ്വാതിയുടെ കാതിൽ എത്തിച്ചു കൊടുക്കാത്തതാ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. എങ്കി ഇപ്പൊ മൂന്ന് വഴിക്ക് പിരിഞ്ഞു പോയേനെ. സഞ്ജനയ്ക്ക് കിട്ടാത്തത് ആർക്കും വേണ്ടെന്ന് കരുതിയ പോരെ. നീ ഇപ്പോഴും അവൾക്ക് വേണ്ടി അവന് മനസ്സിൽ കണ്ട് സംസാരിക്കുകയാണോ? മോള് പറയുന്നത് അവള് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സഞ്ജുവിനെ മാത്രമായിരിക്കുമെന്നാ. മംഗലശ്ശേരി തകർക്കാൻ നടക്കുന്ന മാഡം അവരെ രണ്ടു വഴിക്കാക്കി കാണിച്ചു തരാനാ അവള് പറയുന്നത്. എങ്കിൽ അവള് തിരിച്ചു വരാൻ നിന്നോട് സമ്മതിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാ അമ്മ എന്നെ കൂടി വിളിച്ചത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? അമ്മ പറഞ്ഞതിനനുസരിച്ച് ഞാൻ വന്നു. അതിന് നീ മാത്രമാണോ വന്നത്? അതമ്മ കണ്ടതല്ലേ, ഞാൻ റിയയും കൂടി വന്നു. എടാ, നിന്നോട് വരാൻ പറഞ്ഞാ നീ വരണം, അല്ലാതെ നിന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ടല്ല വരേണ്ടിയിരുന്നത്. അവള് കൂടെ വന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമേ ഉള്ളൂ. അവളുടെ വരവ് വിശാൽ ഉൾപ്പെടെ ഇവിടെയുള്ള ആർക്കും ഇഷ്ടമായിട്ടില്ല. അതിന്റെ പേരിൽ വിശാലിന് നല്ല ദേഷ്യമുണ്ട്. ഗോപിയേട്ടനും മുറുമുറുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തില് പാർവതിക്കെതിരെയുള്ള നമ്മുടെ പ്ലാൻ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമിനെ? എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നീ മാത്രം ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. എടാ, നീ എന്തിനാ റിയയും കൂട്ടിക്കൊണ്ട് വന്നത്? അമ്മേ, എനിക്ക് എങ്ങനെ അവളെ വിട്ടിട്ട് പോകാൻ പറ്റും? എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ അവൾ അറിയാം. അങ്ങനെയുള്ള അവളെ എനിക്ക് അവളെ ഉപേക്ഷിച്ച് പോരാൻ പറ്റുമോ? ഇല്ലല്ലോ. അമ്മയ്ക്ക് അവളെ അറിയില്ല. അതുകൊണ്ടാ അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ. എന്റെ അമ്മേ, ഞാൻ വെറുതെ പറയുന്നല്ല. നമ്മളെക്കാളുവേ ജഗജാല കില്ലാടിയാ അവള്. എന്ന് വെച്ചാ നമ്മളെക്കാൾ ബുദ്ധിയും തന്ത്രവും കൂടുതലുള്ളവൾ. നമ്മള് മനസ്സിൽ കാണുന്ന നേരത്തെ അവളത് വർക്കൗട്ട് ചെയ്തിരിക്കും. അവള് നമുക്കൊരു അസറ്റാണമ്മേ. നമ്മുടെ പ്ലാനിങ്ങില് അവളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചാൽ നന്നായിരിക്കും. അതും കൂടി മുന്നിൽ കണ്ടിട്ടാ ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അവൾക്കെല്ലാം അറിയാം. വളരെ കാലമായി ഞാനും ഗാർഗയെ ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഗാർഗയ്ക്ക് ഇനി കുട്ടികളുണ്ടാവില്ലെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിച്ചാണ് കക്ഷി എന്നോടൊപ്പം പോന്നിരിക്കുന്നത്. അവളെ കൊണ്ട് നമുക്ക് ഉപകാരമേ ഉണ്ടാവുള്ളൂ അമ്മേ. എടാ, അതൊക്കെ നിന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചാ മതി. നമുക്ക് പാഴാക്കാൻ സമയമില്ല. ഇവിടുത്തെ സ്വത്തുക്കൾ എങ്ങനെയും എത്രയും പെട്ടെന്ന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം. അതിനെന്താണ് വഴിയെന്ന് ആലോചിക്കേ. വിശാലിന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. അതെനിക്കും അറിയാം. അത് പറയാനാണോ നീ വന്നത്? മുഴുവനും പറയട്ടെ. സ്വത്തുക്കൾ അവൻ പോലും അറിയാതെ അവൻ നമുക്ക് എഴുതി തരും. അതിനൊരു ഐഡിയ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ ഐഡിയ? അമ്മേ, ഞാൻ കുറച്ച് പേപ്പറുകൾ അമ്മയുടെ കയ്യിൽ തരും. അമ്മ അതില് വിശാലിന്റെ ഒപ്പിട്ട് വാങ്ങിക്കണം. അങ്ങനെ അവന്റെ ഒപ്പ് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കടലാസുകൾ അവൻ നമുക്ക് എഴുതി തരുന്ന പവർ ഓഫ് അറ്റോണി ആക്കി മാറ്റും. എന്നിട്ട് ആ പവർ ഓഫ് അറ്റോണി വെച്ച് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കാം. അത് കൂടുതലൊന്നും അമ്മ ആലോചിക്കണ്ട. അമ്മ പേപ്പറും കൊണ്ടുപോയി സൈൻ ചോദിച്ചാൽ അവൻ ഒപ്പിട്ട് തരും. അത്രയ്ക്ക് വിശ്വാസല്ലേ അവൻ അമ്മയോടുള്ളത്.
ആ വിശ്വാസത്തെ മുതലെടുക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ലേ? അത് ശരിയാണ്. വിശാലിന് എന്നെ വലിയ വിശ്വാസം തന്നെയാണ്. അതുപയോഗിച്ച് എന്ത് വേണമെങ്കിലും എനിക്ക് അവനിൽ നിന്ന് നേടിയെടുക്കാനും ആവും. അപ്പോ സംഗതി ഓക്കെ അല്ലേ? വിശാൽ ഒപ്പിട്ട് തരില്ലേ? തരും. തീർച്ചയായിട്ടും ആ പേപ്പേഴ്സിൽ അവൻ ഒപ്പിട്ട് തരും. എങ്കിൽ നമ്മൾ വിജയിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു സങ്കടവും ഇല്ല. മോൾക്ക് സമാധാനായില്ലേ? ഇനി മോള് പോയിക്കോ. പാർവതി, എനിക്ക് ഒരു പരാതിയില്ല കേട്ടോ. എന്നാ പിന്നെ മോള് ചെല്ലേ, ഇറങ്ങി വാ. അതില് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ഇവിടെ ചെയ്തോളാം. ഇല്ല, ഒരു താമസവും വരില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാം റെഡിയാക്കാവുന്നേ. എന്നാ നിങ്ങളുടെ ജോലി നടക്കട്ടെ. ദേ, അവിടുത്തെ പണികള് ഒരു കാരണവശാലും നിർത്തിവെക്കരുത്. എന്താ അമ്മേ, എന്തു പറ്റി? അമ്മ ആരോടാ സംസാരിച്ചേ? ഏത് പണിയുടെ കാര്യമാ പറയുന്നേ? എടാ, നമ്മള് ലക്ഷ്മീപുരത്ത് ഗായത്രിയുടെ പേരിൽ നിർമ്മിക്കുന്ന ആശ്രമമില്ലേ, അതിന്റെ പണികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനെന്തു പറ്റി? എന്തിനാ പണി നിർത്തിവെക്കണ്ടെന്ന് പറഞ്ഞത്? അത് മോനെ, ആ ആശ്രമത്തിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഫണ്ട് റിലീസിംഗില് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം അവിടുത്തെ ജോലികൾ തടസ്സപ്പെട്ടിരിക്കുക. എല്ലാം ഇപ്പൊ പാതി വഴിയിലായി. എന്നിട്ട് എടാ, നീ ടെൻഷൻ ആവണ്ട. ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ട പേപ്പേഴ്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദേ, നീ ഇതിലെ ഇവിടെ ഒന്ന് ഒപ്പിട്ട് തന്നാ മാത്രം മതി. പ്രശ്നങ്ങളെല്ലാം തീരും. പണം പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് നമുക്ക് പണികൾ തീർക്കാം. എന്നാ അമ്മ ആ അപേക്ഷയെന്നേ ഞാൻ സൈൻ ചെയ്ത് തരാം. ശരി. അമ്മയുടെ പേരിലുള്ള ആശ്രമത്തിന്റെ പണികൾ ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല. അതെനിക്കറിയാം മോനെ. അതുകൊണ്ടല്ലേ നിന്നോട് പോലും ചോദിക്കാതെ ഞാൻ തന്നെ ഈ പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കിയത്. മോനെ, ഇതാ ഇവിടെ. നീ ഇതിലൊപ്പിട്. നീ ഇതിലൊപ്പിട്ട് കിട്ടിയതിനു ശേഷം വേണം എനിക്ക് പാർവതിയെ എന്റെ കയ്യിലിട്ട് വട്ടം ചുറ്റിക്കാൻ. ഏതായാലും നിനക്ക് എന്നോടുള്ള വിശ്വാസം നന്നായി. അതുകൊണ്ടാണല്ലോ നീ ഇത് വായിച്ചു പോലും നോക്കാതെ ഒപ്പിടാൻ പോകുന്നത്. ഒപ്പിട്. എന്റെ മോൻ വേഗം ഒപ്പിട്. ഇവിടെ എന്താ നടക്കുന്നത്? എന്തോ പന്തീടുണ്ടല്ലോ. നാശം, ഇവൾക്ക് വരാൻ കണ്ട ഒരു സമയം. പാർവതി, നീ എന്തായി കാണിച്ചത്? പാർവതി ഒന്നും ചെയ്തല്ലോ, അറിയാതെ എന്റെ കൈതട്ടി വീണല്ലേ. അമ്മ ഒന്ന് ക്ഷമിക്ക്. എടാ, അത് അമ്മ പരിഭവിക്കണ്ട. ആശ്രമത്തിന്റെ പണികൾ മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ ഞാൻ ചെയ്തോളാം. ഫണ്ട് റിലീസ് ചെയ്താ പോരെ? അതിനുള്ള പുതിയ ഡോക്യുമെന്റ്സ് നമ്മുടെ വക്കീലിനെ വിളിച്ചു പറഞ്ഞ് ഞാൻ തയ്യാറായിക്കോളാം. അമ്മ സമാധാനമായിട്ട് ചെല്ലണം.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, സത്യം ഞാൻ പറഞ്ഞ്. ഞാൻ വീണ്ടും വീണ്ടും വൊമിറ്റ് ചെയ്തപ്പോ എനിക്ക് സംശയം തോന്നി. ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോഴാ ആ സന്തോഷമുള്ള കാര്യം അറിഞ്ഞ്. അമ്മേ, എനിക്ക് എന്ത് സന്തോഷമായിരുന്നു അമ്മേ. നീ സത്യമാണോ ഈ പറയുന്നേ? ഈ കാര്യം ആരെങ്കിലും കള്ളം പറയൂ? ഞാൻ അമ്മയാവാൻ പോവും അമ്മ. ഐശ്വര്യ, ഇതെന്തായാലും നല്ലൊരു കാര്യമല്ലേ? എന്റെ ഈശ്വര, ഒടുവിൽ നീ പ്രാർത്ഥന കേട്ടല്ലോ. അമൃതടുത്തി, എനിക്കിപ്പോ എന്തോ വല്ലാത്ത ക്ഷീണമൊക്കെയാ. അതങ്ങനെയാ, സൂക്ഷിക്കണം. ഇനി നല്ല ശ്രദ്ധയൊക്കെ വേണം. യാത്രകളൊക്കെ കുറയ്ക്കണം. എനിക്ക് ഇതിന്റെ രീതിയൊന്നും അറിയില്ല. എനിക്ക് എല്ലാം അമൃതടുത്തി പറഞ്ഞു തരണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സന്തോഷായിട്ടൊന്ന് ഇരുന്നാ മതി. മോളെ, അമ്മ, അപ്പോ എന്റെ അരുണിന്റെ കുഞ്ഞ് മോളുടെ വയറ്റില്. ഈശ്വരാ, ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാ, എത്രമാത്രം പ്രാർത്ഥിച്ചതാ. ഇനി മോളുടെ മനസ്സില് മറ്റു വിഷമമൊന്നും ഉണ്ടാവരുത്. ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. ഇടയ്ക്ക് നീ ശ്യാമയോട് ചില വേണ്ടാത്ത വേലകളൊക്കെ കാട്ടി. അതെനിക്ക് ഒട്ടും ഇഷ്ടായില്ല. അതാ ഞാൻ നിന്നോട് കുറച്ച് അകൽച്ച കാണിച്ച്. അറിയാമ്മേ, എന്റെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അങ്ങനെ ഒരു ചിന്തയും നിന്റെ മനസ്സിലുണ്ടാവരുത്. എപ്പോഴും മനസ്സ് സന്തോഷായിട്ട് വെക്കണം. അറിയാമ്മേ. അമ്മയുടെ മാനസികാവസ്ഥ വയറ്റിലുള്ള കുഞ്ഞിനെയും ബാധിക്കും. അത് നീ മറക്കരുത്. ഞാനിനി അമ്മയും അമൃതയുടെയും പറയുന്നത് പോലെ അനുസരിക്കാമേ. അനുസരണയുടെ കാര്യമൊന്നും അല്ല ഐശ്വര്യ. ഇനി നിനക്ക് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാ പ്രധാനം. ആ ഓർമ്മ ഉണ്ടായാൽ മാത്രം മതി. ശരി അമൃതയുടേ. എന്തായാലും ഈ സന്തോഷ വാർത്ത ഞാൻ എല്ലാരും അറിയിക്കട്ടെ. ഈശ്വര, നീ ഈ കുടുംബത്തിൽ എന്തൊക്കെ ഭാഗ്യങ്ങളാ കൊണ്ടുവന്നിരിക്കുന്നേ. എന്റെ അഖി, എന്റെ അരുൺ, രണ്ടാൾക്കും കുഞ്ഞുങ്ങൾ പിറക്കാൻ പോവാ. കാത്തോളണേ ഭഗവാനെ. മായ പറഞ്ഞത് ശരിയാ. പ്രഗ്നൻസി അത് പെണ്ണിന് നല്ല ആയുധമാ. ആ, ഈ കള്ളഗർഭം വെച്ച് ഞാൻ ഇവിടെ ഒന്ന് വിലസും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരുൺ കൃത്യസമയത്ത് എത്തിയല്ലോ. ഇതെടുക്കടാ. അല്ല, ഇതെന്താ അമ്മേ? നീ എടുക്ക്. ഇനി ഐശ്വര്യക്ക് കൊടുക്ക്. മധുരം കൊടുക്കരുൺ. ഏട്ടാ, മധുരം കൊടുക്ക.
ഇതെന്തിനാ അത് പറയേ. ആദ്യം നീ ഐശ്വര്യക്ക് മധുരം കൊടുക്കും, കാര്യം പിന്നെ പറയാം. അരുണേ, അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടില്ലേ? മധുരം കൊടുക്കരുണേ. അമ്മേ, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലാവും. നീ റൂമിലേക്ക് ചെല്ല്. ഐശ്വര്യ തന്നെ എല്ലാം പറയും. അത് മതി അല്ലേ? അതെ. ശരിയാ, അതാ നല്ലത്. ഡിവോഴ്സ് നോട്ടീസ് ഇവിടെ വെച്ച് കൊടുത്ത് ഒരു സീൻ ഉണ്ടാക്കണ്ട. ബെഡ്റൂമിൽ വെച്ച് മതി. അത് തന്നെ നല്ലത്. അരുൺ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ റൂമിലേക്ക് പോവാ. മോളെ ചെന്നൈ, നീ റൂമിലേക്ക് ചെല്ല്. അരുണയുടെ വിശേഷം പറയാം. അവന് വലിയ സന്തോഷാവും. അതെ, നിങ്ങൾ രണ്ടാൾക്കും ഒരു കുഞ്ഞു പറക്കാൻ പോവാ. ഇനി രണ്ടാളും സന്തോഷത്തോടെ സമാധാനമായിട്ട് കഴിയണം കേട്ടോ. ശരി അച്ഛ. ചെല്ല്. അരുൺ അച്ഛനാകാൻ പോകുന്ന ആ സന്തോഷ വാർത്ത അവനെ അറിയിക്കും. ഡിവോഴ്സ് നോട്ടീസ് ഇപ്പൊ തന്നെ കൊടുക്കണം. ഐശ്വര്യ കിടന്ന് ബഹളം വയ്ക്കും. പക്ഷെ അതൊന്നും കാര്യമാക്കാനില്ല. ഇനി ഇങ്ങനെ തമ്മിൽ പൊരുത്തമില്ലാതെ ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല. എല്ലാം അവസാനിപ്പിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരത് ചെയ്തത്? ആരാന്നറിയില്ല. സാറും നന്ദിനിക്കുട്ടിയും കൂടി ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയി കഴിഞ്ഞപ്പോ ചിലർ കടയിലേക്ക് കയറി വന്നു. എന്നെ ബലമായി കെട്ടിയിട്ടു. ഗുണ്ടകളാ. ഞാനറിയാതെ അവര് നേരത്തെ വന്ന് നാളികേരത്തിൽ എന്തോ ചെയ്തു വെച്ചെന്ന് സംശയമുണ്ട്. ഇതെന്തോന്നാ, ഹിന്ദി സിനിമയുടെ കഥയോ? ഇതൊക്കെ ചമച്ചുണ്ടാക്കാൻ വലിയ പാടുപെട്ട് കാണുമല്ലോ. ഇതൊക്കെ അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവര് നടത്തുന്ന വെറും നാടകമാച്ച. ബോംബ് പൊട്ടിയ ആരെങ്കിലും ചാകാതെ തിരിച്ചു വരുമോ? ചുമ്മാ ഓരോരോ കള്ളക്കഥകള്. നിന്നെയോ അമ്മയോ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അച്ഛൻ ചോദിച്ചു, മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇവിടെ എങ്ങനെയെങ്കിലും പറ്റിക്കൂടി മറ്റൊരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിലേ ഇതുപോലത്തെ കള്ളക്കഥകൾ മെനങ്ങാനല്ലേ പറ്റൂ. നിർത്തി. പറഞ്ഞു പറഞ്ഞ് എന്തോ ഒന്ന് പറയാവുന്നായോ? നിന്റെ നാവിന് ലൈസൻസ് ഇല്ലെന്ന് കരുതി ഞങ്ങളുടെ മുമ്പിലേക്ക് പ്രസംഗിക്കാൻ വരരുത്. ഞാൻ എന്നേ വരെ നിന്നെ തല്ലിയിട്ടില്ല. പക്ഷേ ഇനി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. കയറിപ്പൊടിയത്. തെറ്റു പറ്റിയത് എനിക്കാ. ശാപം കിട്ടിയ നിന്റെ കൂടെ എന്റെ നന്ദിനെ വിടാൻ പാടില്ലായിരുന്നു. കൈമളേട്ടന് ഇതിൽ ഇടപെടണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞേ അടങ്ങും.
പവിത്രവും പരിപാവനവുമാണ് ക്ഷേത്രാങ്കണം. നിന്നെ പോലെ സ്വഭാവ ദൂഷ്യമുള്ള ഒരുത്തൻ ആ തിരുമുറ്റത്ത് കാൽ ചവിട്ടിയപ്പോഴേ ദേവി കൊടുവാൾ എടുത്തു കാണും. അമ്മേ, നീ എന്റെ നന്ദിനിയോടൊപ്പം ചെന്നത് ദേവിക്ക് പോലും ഇഷ്ടമായില്ല എന്നർത്ഥം. രാജലക്ഷ്മി മതി. കൊടുക്കട്ടെ കൊടുക്കട്ടെ, വയറ് നിറച്ചു കൊടുക്കട്ടെ. ദേവി തന്നൊരു താക്കീതായത്. നിനക്കുള്ള ശിക്ഷ ഇനി കിട്ടാൻ പോകുന്നതേയുള്ളൂ. ശാപകാലത്ത് എന്റെ വയറ്റിൽ വന്ന് പിറന്ന അസുര സന്തതി. എന്റെ ജീവൻ രക്ഷിച്ച ആളാ ജയേട്ടൻ. ഞാനത് തുറന്നു പറഞ്ഞാൽ വായിങ്ങോട്ട് വരാൻ. മനസ്സറിയുന്നവരുടെ സാന്നിധ്യമാണ് മുറിവുണക്കുന്ന ഏറ്റവും നല്ല ഔഷധം. വിഷമിക്കണ്ട, അച്ഛന്റെ ആത്മസാന്നിധ്യം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ തടവറയിൽ നിന്ന് താൽക്കാലികമായി ഒന്ന് പുറത്തു ചാടി. അതുകൊണ്ട് എന്റെ അച്ഛന് ഇന്നത്തെ അത്താഴം ഞാൻ തരാന്ന് കരുതി. എനിക്ക് ചെമ്പകമംഗലത്തെ ആഹാരമൊന്നും വേണ്ട മോളെ. അങ്ങനെ ചില ചെറിയ കാര്യങ്ങൾക്ക് എല്ലാം അങ്ങനെ തള്ളി പറയല്ലേ അച്ഛാ. ഈ ചെമ്പകമംഗലത്തെ ആഹാരം കഴിച്ച എന്റെ അച്ഛൻ വളർന്നത്. മുത്തശ്ശി പറഞ്ഞൊന്നും അച്ഛൻ കാര്യമായിട്ട് എടുക്കല്ലേ. മുത്തശ്ശി ഒരു സ്നേഹത്തിന്റെ കലവറയാ. അച്ഛനോട് കാണിക്കുന്ന ഈ ദേഷ്യമൊക്കെ എനിക്ക് തോന്നുന്നത് ഒരുതരം അടവാണെന്നാ. എന്റെ അമ്മ എന്നെ സ്നേഹത്തോടെ നോക്കിയിട്ട് എത്ര കാലമായെന്ന് നോക്കറിയാവോ? അച്ഛന്റെ കയ്യിലിരിപ്പം അത്ര മോശമല്ലായിരുന്നല്ലോ. ആ വാ, ഫുഡ് കഴിക്കാം. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല, കഴിക്കണം. എനിക്ക് പറ്റില്ല, ഞാൻ കഴിക്കില്ല. എന്താ മാഷ ഇത്? ഈ ആഹാരം ആരാ ഉണ്ടാക്കിയെന്നറിയോ? ഇതാരാ എന്റെ കയ്യിൽ തന്നയച്ചെന്നറിയോ? ഓ, മനസ്സിലായി മനസ്സിലായി. ഇതുണ്ടാക്കിയത് എന്റെ അമ്മ. ഇത് അച്ഛന് നീ തന്നെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നയച്ചതും അമ്മയാ. ശ്രീമതി നന്ദിനി. അച്ഛൻ ദേവി എന്ന് വിളിക്കുന്ന എന്റെ നന്ദിനി അമ്മ. ഇപ്പൊ എന്ത് പറയുന്നു? ശകലം കഴിക്കുന്നോ? അങ്ങനെയാണെങ്കിൽ ശകലം ആക്കുന്ന എന്തിനാ? മൊത്തം കഴിച്ചേക്കല്ലേ? ദേവിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എത്ര കൊല്ലായെന്നറിയോ? എന്നാ വാ. എനിക്കും ഇതൊരു ഭാഗ്യ ദിവസവും പുണ്യ ദിവസവും ഒക്കെയാ. എന്റെ അച്ഛൻ എനിക്ക് വാരിത്തരാലോ. ജീവിതത്തിൽ ആദ്യമായി കൈക്ക് പരിക്ക് പറ്റിയതിന് സന്തോഷിക്കുക ഞാൻ. അതെന്താ അച്ഛാ? എന്റെ പൊന്നുമോള് അച്ഛന് ആഹാരം വാരി തന്നുകൊണ്ട്. അച്ഛന്റെ കൈക്ക് പരിക്ക് പറ്റിയതില് ഞാനും സന്തോഷിക്കുക.
കാരണം അച്ഛൻ എനിക്ക് വാരിത്തരാനും പറ്റിയല്ലോ. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.